അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ്. സാധാരണ സമൂസ ലീഫ് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പൊട്ടറ്റോ തൊലി കളഞ്ഞ് ഇതേപോലെ സ്ലൈസാക്കി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കി നൂല് പോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ അധികം കട്ടിയില്ലാതെ നല്ല നൂല് പോലെ ഒന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ, തീരെ ചെറുതായി പോകരുത്. നമുക്കിതൊന്ന് നല്ലോണം കഴുകിയെടുക്കാം. ഇനി ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോഴൊക്കെ നമുക്ക് പൊട്ടറ്റോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോരോ പീസ് എടുത്ത് പൊട്ടറ്റോയിലിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ചിക്കൻ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ ആ നൂല് വിട്ടുപോകും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സമൂസേൻ്റെ ഷീറ്റ് ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.